ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അവിടെ സന്തോഷ് എം ഉണ്ട്. സന്തോഷ്, ഈ കണ്ണൂരിനെ സംബന്ധിച്ച് ജില്ലയിലെ ഒരു ചിത്രം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കോർപ്പറേഷനും നഗരസഭയും അടക്കം നോക്കുമ്പോൾ കോർപ്പറേഷൻ ഒരു പക്ഷേ UDF നിലനിർത്തുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ നഗരസഭകളിൽ LDFനാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് മേൽക്കൈ എന്ന് തോന്നുന്നു, അല്ലേ? എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായാണ് സന്തോഷ് എം ചേരുന്നത്. കണ്ണൂരിൽ ആന്തൂർ അടക്കം ഉള്ള നഗരസഭകളെ നോക്കുമ്പോൾ അവിടെ LDFന് മേൽക്കൈയുള്ളയിടമുണ്ട്. ആന്തൂർ അടക്കമുള്ള കൂത്തുപറമ്പ്, ഒപ്പം പയ്യന്നൂർ, ഒപ്പം തലശ്ശേരി അടക്കമുള്ള നഗരസഭകളിൽ LDFന് ഇടതുമുന്നണിക്ക് മേൽക്കൈയുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ UDFൻ്റെ പക്കലിരുന്ന ഏക കോർപ്പറേഷനായിരുന്നു. ആ കോർപ്പറേഷൻ UDF നിലനിർത്തുന്നു എന്ന സാഹചര്യമാണ് കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്ക് നൽകാനുള്ളത്. ഏതാണ്ട് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലും ആന്തൂർ നഗരസഭയിലും അടക്കം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ LDFന് ജയിക്കാനായ ഒരു മേൽക്കൈയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതർത്ഥത്തിലാണ് ജില്ലയെ ആകെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത്, ജില്ലാ പഞ്ചായത്തിലും LDFന് വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണ്. 18 ഡിവിഷനുകളിൽ, ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിൽ കണ്ണൂരിൽ LDF ഇടതുമുന്നണി നിലനിർത്താനായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി, പുതിയ വിവരങ്ങളുമായി സന്തോഷം ചേരുകയാണ്. സന്തോഷ്, ഈ നഗരസഭകൾ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ ജില്ലയിലാകെ നോക്കുമ്പോൾ കണ്ണൂർ അജിംഷാദ്, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 2020 തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് സമാനമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇപ്പോഴും ഈ വന്നിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഉണ്ടായതുപോലെ ഒരു വലിയ നേട്ടം UDFന് കണ്ണൂരിൽ നിന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ UDF വിജയിച്ച കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണയും UDF നിലനിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ 17 ഡിവിഷനുകൾ വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം LDFനായിരുന്നു. അതേ നിലയിൽ തന്നെ ഇത്തവണ 17 ഡിവിഷനുകൾ വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ LDFന് ഒപ്പം നിന്നിരിക്കുകയാണ്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എല്ലായിടത്തും LDF ആയിരുന്നു ലീഡ്. ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടി ഇപ്പോൾ നിലവിലെ ഇതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പും അതോടൊപ്പം തന്നെ പേരാവൂരും UDFന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ UDFൻ്റെ കൈവശമുണ്ടായിരുന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ LDFന് ആണ് ലീഡ് ചെയ്യുന്നത്. പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ LDFന് ഇപ്പോൾ 49 സ്ഥലത്തും UDFന് 21 സ്ഥലത്തുമാണ് ലീഡ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഈ ഗ്രാമപഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ 56 സ്ഥലത്തായിരുന്നു LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് മലയോര മേഖലയിലെ 6 പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ LDF UDFിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. മലയോര മേഖലയിൽ UDFൻ്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരുന്നു. ആ പഞ്ചായത്തുകൾ ഇത്തവണ UDF തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവേ കണ്ണൂരിൽ ഈ മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ആകെയുള്ള 8 മുനിസിപ്പാലിറ്റികളിൽ, നഗരസഭകളിൽ 5 എണ്ണം LDFും 3 എണ്ണം UDFും എന്നുള്ള നിലയിലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. ഇത്തവണയും അതേ നിലയിൽ തന്നെയാണ്. 5 എണ്ണം LDFും 3 എണ്ണം UDFും തന്നെയാണ്. ശ്രീകണ്ഠപുരവും തളിപ്പറമ്പും പാനൂരും കഴിഞ്ഞ തവണ വിജയിച്ച മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ഇത്തവണ കണ്ണൂരിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച 5 മുനിസിപ്പാലിറ്റികൾ LDF തന്നെ ഇത്തവണ വിജയം നേടിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 6 സ്ഥലത്ത് കൂടുതലായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കൂടി UDFന് അധികമായി കഴിഞ്ഞ 2020 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതായത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കണ്ണൂർ ജില്ലയിൽ UDFന് കഴിഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി വരാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ശ്രദ്ധേയമായ എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന് ആന്തൂർ നഗരസഭയാണ്. ആന്തൂർ നഗരസഭ മുൻ തിരഞ്ഞെടുപ്പുകളിലേതെന്ന പോലെ തന്നെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് LDF പ്രതിപക്ഷമില്ലാതെ LDF വിജയിക്കുന്ന നിലയിലേക്ക് ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിലും മാറി. അതോടൊപ്പം തന്നെ കടമ്പൂർ പഞ്ചായത്ത് UDFിൽ നിന്നും ഇത്തവണ LDF പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ള നേട്ടം LDFന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയും അന്തിമ ഫലങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി 2020 ബന്ധപ്പെട്ട ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു നിലയിൽ കൂടി തന്നെയാണ് കണ്ണൂർ ജില്ല കടന്നു പോകുന്നത്.
അജിം ഷാ. തീർച്ചയായും